നമുക്ക് എങ്ങനെ ഒരു മട്ടൺ സ്റ്റൂ പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ 1.5 കിലോ മട്ടൺ എടുത്ത് ഒരു കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 8 ഗ്രീൻ ചില്ലി, 2 തക്കാളി അരിഞ്ഞത്, 1 ടീസ്പൂൺ കുരുമുളക്, 1 സവോള അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 തേങ്ങ മുഴുവനോടെ ചിരണ്ടി എടുത്തതിൻ്റെ 2ാം പാല് പിഴിഞ്ഞ് അതും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിനായിട്ട് നമ്മൾ സവോള വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് 2 ഇടത്തരം സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി 2 കഷ്ണം ഇടത്തരം എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 4 കഷ്ണം എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ഇൻഡക്ഷൻ കുക്കറെ വെച്ച് ഈ ടോണാക്കി ചൂടായി കഴിയുമ്പോൾ 1 കഷ്ണം ബട്ടറും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് അതിനകത്തേക്ക് നമ്മൾ ഏലക്കായും 10 ഏലക്കായും ഗ്രാമ്പു 6 ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഇടുന്നുണ്ട്. ഇട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് ഇളക്കണം. സവോള ഒന്ന് വാടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നു. അതും ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് 3 ഉണ്ട്. 3 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി മുറിച്ചതും 2 തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചതും അതിനകത്തേക്ക് ഇളക്കി വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഗ്രീൻ പീസ് 1/2 കപ്പ് എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ചേർക്കുന്നു. ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഇതിനാവശ്യത്തിന് 1 സ്പൂൺ ടീസ്പൂൺ ഉപ്പും ചേർത്ത് അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ച് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ ഇട്ട് ഇളക്കി യോജിപ്പിക്കുന്നു. അതൊന്ന് തിളച്ച് എണ്ണ തിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന 1ാം പാല് തനിപ്പാൽ ചേർക്കുന്നു. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളകും നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും യോജിപ്പിച്ച് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കി വാങ്ങി വെക്കാം. ഇത് അപ്പം, കള്ളപ്പം, ഇടിയപ്പം, പാലപ്പത്തിനൊക്കെ ഇത് കൂട്ടിക്കഴിക്കാൻ നല്ലതാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു മട്ടൺ സ്റ്റൂ ആണ്. നമുക്ക് വിരുന്നുകാർ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് പ്രത്യേകിച്ച് ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.